പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് ഫെഡറലിസം എന്താണെന്ന് പറഞ്ഞു, യൂണിറ്ററി ഫീച്ചേഴ്സ് പറഞ്ഞു, ഫെഡറൽ ഫീച്ചേഴ്സ് പറഞ്ഞു. പിന്നെ അതിനുശേഷം സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസ്, ഏതൊക്കെ രീതിയിലാണ് സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ ബന്ധമുള്ളത് എന്നുള്ളതും വിശദീകരിച്ചു. ഓക്കെ, അതിൽ നമ്മൾ ലെജിസ്ലേറ്റീവ് റിലേഷൻസ് പറഞ്ഞു, അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് പറഞ്ഞു, ഫിനാൻഷ്യൽ റിലേഷൻസ് പറഞ്ഞു. പിന്നെ അതിനുശേഷം ടെൻഷൻ ഏരിയാസ് അല്ലെങ്കിൽ ചാലഞ്ചസ് ഇൻ ദി സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് 1983 സർക്കാരിയ കമ്മീഷനെ നിശ്ചയിച്ചു എന്നുള്ളതും, സർക്കാരിയ കമ്മീഷൻസ് ഒരുപാട് റെക്കമെൻഡേഷൻസ്, ഏകദേശം 247 റെക്കമെൻഡേഷൻസ് ഗവൺമെൻറ്റിന് സമർപ്പിച്ചു എന്നുള്ളതും, അതിൽ പല കാര്യങ്ങളും നടപ്പിലാക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വന്നു എന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻസ് കമ്മീഷനെ കുറിച്ചാണ്. ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏത് രീതിയിലാണ് ഫിനാൻസ് കമ്മീഷൻ എന്നുള്ള സംവിധാനം പ്രവർത്തിക്കുന്നത്, എന്താണ് ഫിനാൻസ് കമ്മീഷൻ്റെ പ്രാധാന്യം, ഇതൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ് ഫിനാൻസ് കമ്മീഷൻ്റെ ഇന്ത്യയിലെ പ്രാധാന്യം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ നിലനിൽക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ വരുമാനം, അപ്പോൾ രണ്ട് വിഭാഗത്തിനും വരുമാനം വേണം. അതായത് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സംസ്ഥാന സർക്കാരിനും പണം വേണം, കേന്ദ്ര സർക്കാരിനും പണം വേണം. അപ്പോൾ ഇവർക്ക് വരുമാനം കിട്ടുന്നത് അത് തിട്ടപ്പെടുത്തുകയും അത് കൃത്യമായിട്ട് സംസ്ഥാനത്തിനും കേന്ദ്ര ഗവൺമെൻറ്റിനും ഇടയിലൊക്കെ വിതരണം ചെയ്യാൻ ഇന്ത്യയിലെ ഭരണകൂടത്തെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻസ് കമ്മീഷൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അത് രൂപീകരിക്കുന്നതിലേക്കുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിലെ വരുമാനം കൃത്യമായിട്ട് തിട്ടപ്പെടുത്തുകയും വിതരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ. അതിന് ധനകാര്യ കമ്മീഷൻ എന്ന് പഠിക്കുന്നതിന് ഏറ്റവും എളുപ്പം ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നതാണ് ഫിനാൻസ് കമ്മീഷൻ. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 പ്രകാരം, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 280 അനുസരിച്ചിട്ടാണ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം നിലനിൽക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഫിനാൻസ് കമ്മീഷൻ നിലനിൽക്കുന്നത് ആർട്ടിക്കിൾ 280 പ്രകാരമാണ്. ദെൻ 1951 ഫിനാൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്, 1951. ഓക്കെ, ഈ കമ്മീഷൻ രൂപീകരിക്കുന്നത് രാഷ്ട്രപതിയാണ് ഇതിലെ മെമ്പേഴ്സിനെ നിശ്ചയിക്കുന്നത്. ഓക്കെ, അങ്ങനെ 1951 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 പ്രകാരമാണ് ഫിനാൻസ് കമ്മീഷൻ എന്നുള്ള സംവിധാനം നിലവിൽ വന്നത്. കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിൽ ആരോഗ്യകരമായ സാമ്പത്തികവും സഹായകരമായ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ ആർട്ടിക്കിൾ 280 പ്രകാരം ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡി ആയിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ് ശ്രദ്ധിക്കുക. കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും ഇടയിൽ വരുമാനത്തെ കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസി ആയിട്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡി ആയിട്ടാണ് ആർട്ടിക്കിൾ 280 പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഫിനാൻസ് കമ്മീഷൻ നിലനിൽക്കുന്നത്. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ഓരോ 5 വർഷത്തിലും ഫിനാൻസ് കമ്മീഷൻ ഓരോ 5 വർഷത്തിലും അല്ലെങ്കിൽ ഒരു കൃത്യമായൊരു കാലഘട്ടത്തിലോ രാഷ്ട്രപതിയാണ് ഈ ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം, ധനകാര്യ കമ്മീഷനെ ഓരോ കാലയളവിലും നിശ്ചയിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിൽ ഫിനാൻസ് കമ്മീഷനിൽ 4 അംഗങ്ങളും ഒരു ചെയർമാനുമാണ് ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ കോമ്പോസിഷനാണ് കേട്ടോ പറയുന്നത്. 4 മെമ്പേഴ്സ് ഉണ്ടാകും, പിന്നെ ഒരു ചെയർമാൻ, അങ്ങനെ ടോട്ടൽ 5 മെമ്പേഴ്സ്, 4 മെമ്പേഴ്സ്, ദെൻ ഒരാൾ ചെയർമാൻ, അങ്ങനെ 5 മെമ്പേഴ്സാണ് ഇതിൽ നിലനിൽക്കുക. ഈ അംഗങ്ങളെല്ലാം പ്രസിഡന്റ് തൻ്റെ ഉത്തരവിൽ വ്യക്തമാക്കി, അതായത് ഈ അംഗങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ആരാണ്, ഇന്ത്യൻ്റെ പ്രസിഡന്റാണ് ഫിനാൻസ് കമ്മീഷനിലെ മെമ്പേഴ്സിനെ നിയമിക്കുന്നത്. ഓക്കെ, ഇനി ഇവരെ പിരിച്ചുവിടാനോ അല്ലെങ്കിൽ അവരെ കാലാവധി കഴിഞ്ഞാൽ വീണ്ടും അവരെ ആ സ്ഥാനത്തേക്ക് തന്നെ പുനർനിശ്ചയിക്കാനൊക്കെ ഉള്ള അധികാരം ഇന്ത്യയുടെ പ്രസിഡന്റിനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്.
അപ്പോൾ ഒരു ചെയർമാനും 4 അംഗങ്ങളും അടങ്ങുന്നതാണ് ഇന്ത്യൻ്റെ ധനകാര്യ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇതിൻ്റെ അൾട്ടിമേറ്റ് തീരുമാനം എടുക്കുന്നത് ഈ ചെയർമാൻ ആയിരിക്കും എന്നുള്ളതാണ്. ചെയർമാനും ഉണ്ടാകും, 4 മെമ്പേഴ്സ് ഉണ്ടാകും. അപ്പോൾ ചെയർമാനെ പ്രസിഡന്റ് നിശ്ചയിക്കുന്ന ആളാണ് ചെയർമാൻ ആവുക. പിന്നെ ഇതിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചാണ് ഇവിടെ നീല മാർക്ക് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത്. ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയോ സാമ്പത്തിക മേഖലയിൽ മതിയായ യോഗ്യതയോ ഉള്ള സാമ്പത്തിക കാര്യങ്ങളിൽ പരിചയമോ ഉള്ളവരെയാണ് ഇതിൽ നിയമിക്കുന്നത്. ഗവൺമെന്റിന്റെ ധനകാര്യത്തിനും അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിനും പ്രത്യേക അറിവുണ്ടെങ്കിൽ ഒരു അംഗത്തിന് ധനകാര്യ സമിതിയുടെ ഭാഗമാകാൻ അർഹതയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരാൾക്ക് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും ഗവൺമെന്റിന്റെ അക്കൗണ്ടുകളെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഫിനാൻസ് കമ്മീഷനിൽ മെമ്പർ ആവാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഭരണത്തോടൊപ്പം സാമ്പത്തികവുമായ കാര്യങ്ങളിൽ വിശാലമായ അറിവും അനുഭവ പരിചയമുള്ളൊരു വ്യക്തിയായിരിക്കും മറ്റൊരാളായിട്ട് ഇതിലുണ്ടാവുക. അങ്ങനെ ടോട്ടൽ 5 മെമ്പേഴ്സാണ് ഇതിൽ ഉണ്ടാവുക. ഒരു ചെയർമാൻ ഉണ്ടാകും, ദെൻ 4 മെമ്പേഴ്സ് ഉണ്ടാകും. ആ മെമ്പേഴ്സ് എല്ലാം സാമ്പത്തിക കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ കൃത്യമായ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇനി ഫിനാൻസ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചുമതല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ നികുതി ഇനത്തിലുള്ള വരുമാനത്തിൻ്റെ ആനുപാതിക വിതരണം ഉറപ്പുവരുത്തുക. അതായത് 2 ഗവൺമെൻറ്റിനും വികസന പ്രവർത്തനം നടത്തണം എന്നുണ്ടെങ്കിൽ പൈസ വേണം, പണം വേണം. അപ്പോൾ ആ പണം നികുതി ഇനത്തിലൂടെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, പിരിക്കുന്നുണ്ട്. അപ്പം ഓരോ ഗവൺമെൻറ്റിനും സംസ്ഥാനത്തിന് എത്ര കൊടുക്കണം, കേന്ദ്രത്തിന് എത്ര കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിശ്ചയിക്കുന്നത് ഫിനാൻസ് കമ്മീഷൻ്റെ സഹായത്തോടു കൂടിയാണ് എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഓരോ സംസ്ഥാനത്തിനും ലഭ്യമാകേണ്ട ഗ്രാൻസ് ഇൻ എയ്ഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അത്യാഹിതം സംഭവിച്ചാൽ, അല്ലെങ്കിൽ അടിയന്തരമായിട്ട് എന്തെങ്കിലും ഇപ്പം വല്ല തീപിടുത്തം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, ഇങ്ങനെയൊക്കെ അവസരത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കൂടുതൽ പണം വേണ്ടി വരും പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്. അപ്പോൾ അത്തരം ഗ്രാൻസ് ഇൻ എയ്ഡ് സഹായധനങ്ങളിലൊക്കെ കൃത്യമായിട്ട് തീരുമാനം പറയുകയും അത് കണക്കാക്കുകയും ചെയ്യുക എന്നുള്ളതും പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് അവരുടെ നടത്തിപ്പിനായി ലഭ്യമാകേണ്ട ഫണ്ടുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുക എന്നുള്ളതും ഫിനാൻസ് കമ്മീഷൻ്റെ ചുമതലയാണ്. അതായത് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ, നമുക്കൊരു അടുത്ത ചാപ്റ്റർ തന്നെ പറയുന്നത് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഈ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ അവരുടെ വികസന പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തേണ്ട ചുമതല, അല്ലെങ്കിൽ അവർക്ക് എത്ര ഫണ്ട് കൊടുക്കണം എന്നുള്ളതൊക്കെ നിശ്ചയിക്കേണ്ട ചുമതല ഈ ഫിനാൻസ് കമ്മീഷൻ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ എന്ന് പറയുമ്പം അടുത്ത പോയിന്റിൽ 74-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലനിൽക്കുന്ന മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻസ്, പിന്നെ അത്തരത്തിലുള്ള 74th അമെൻമെൻറ്റ് പ്രകാരമുള്ള എല്ലാ സംവിധാനങ്ങൾക്കുമുള്ള ഫണ്ടുകൾ നിശ്ചയിക്കുക എന്നുള്ളതും ഈ ഫിനാൻസ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലയിൽപ്പെട്ടതാണ്. ഇനി ഇന്ത്യയിൽ സാമ്പത്തിക അവസ്ഥയിൽ നല്ല രീതിയിലുള്ളൊരു സാമ്പത്തിക അവസ്ഥ നിലനിർത്തുന്നതിന് ആവശ്യമായ റെക്കമെൻഡേഷൻസ് നൽകുക. അപ്പം നമ്മുടെ സാമ്പത്തിക സ്ഥിതി സുസ്ഥിരമായിട്ട്, അതായത് കൂടുതൽ മെച്ചപ്പെടേണ്ടതായിട്ടുള്ള രീതിയിൽ എന്തെല്ലാം നിർദ്ദേശങ്ങൾ വേണോ അത്തരം നിർദ്ദേശങ്ങൾ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് വേണ്ടി ഗവൺമെൻറ്റിന് നിർദ്ദേശിക്കുക എന്നുള്ളതും ഇവരുടെ പ്രധാനപ്പെട്ട ചുമതലകളിൽ പെട്ടതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത് മുതൽ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക ഫിനാൻസ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് അല്ലെങ്കിൽ അവരുടെ ചുമതലകൾ. ഒന്നാമത്തേത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ നികുതി വരുമാനം ഏത് രീതിയിലായിരിക്കണം, ഓരോ ഗവൺമെൻറ്റിനും എത്ര നികുതി കൊടുക്കണം, നികുതി വരുമാനത്തിൽ നിന്ന് എത്ര കൊടുക്കണം എന്നുള്ളത് നിശ്ചയിക്കുക. 2, ഗ്രാൻസ് ഇൻ എയ്ഡ് കൃത്യമായിട്ട് നിശ്ചയിക്കുക. ഗ്രാൻസ് ഇൻ എയ്ഡ് എന്ന് പറഞ്ഞാൽ അടിയന്തരമായിട്ട് ഗവൺമെൻറ്റിന് എന്തെങ്കിലും ആവശ്യമായി വരുന്ന സാമ്പത്തിക സഹായത്തിനെയാണ് ഗ്രാൻസ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത്. മൂന്നാമത് പറയുന്നത് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ വഴിയുള്ള ഗവൺമെൻറ്റുകൾക്ക്, അതോടൊപ്പം 74-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമുള്ള മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷൻസ് എന്നിവയ്ക്കുള്ള ഫണ്ടുകൾ നിശ്ചയിക്കുക എന്നുള്ളതും ഇവരുടെ ഡ്യൂട്ടിയിൽപ്പെട്ടതാണ്. നാലാമത്തേത് ഇന്ത്യൻ്റെ സാമ്പത്തിക അവസ്ഥ കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് നൽകുക എന്നുള്ളതും ഇവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് ഫിനാൻസ് കമ്മീഷൻ. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ എന്താണെന്ന് പറഞ്ഞു, അതിലെ മെമ്പേഴ്സ് പറഞ്ഞു, ദെൻ അവരുടെ ഫങ്ഷൻസ് പറഞ്ഞു. ഇനി അതേപോലെ ഇന്ത്യയിൽ റീസെൻ്റായിട്ട് ഇവിടെ ഈ അടുത്ത കാലഘട്ടത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കിയെടുത്തുള്ളൊരു സംവിധാനമാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എക്സാം പേപ്പറിൽ ചോദ്യം വരാറുണ്ട്, നീതി ആയോഗ് എന്നുള്ളത്. അപ്പോൾ നീതി ആയോഗ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട് നീതി ആയോഗിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണെന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നീതി ആയോഗ് എന്നുള്ള നീതി എന്നുള്ള വാക്കിൻ്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നാണ്. അത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ
ട്രാൻസ്ഫോമിങ് ഇന്ത്യ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇന്ത്യ ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ഇന്ത്യയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എ പോളിസി കമ്മീഷൻ. ഒരു പോളിസി തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടത്തി തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു കമ്മീഷനായിട്ടാണ് ഈ നീതി ആയോഗ് എന്നുള്ള സംവിധാനം നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യയിൽ 2015 ജനുവരി 1 മുതലാണ് ഈ ഒരു നീതി ആയോഗ് എന്നുള്ള സംവിധാനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണ് ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചിട്ടുള്ളത്, ഈ നീതി ആയോഗ് എന്നുള്ള സംവിധാനത്തിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇറ്റ് ഈസ് ആൻ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഓക്കെ, നോൺ സ്റ്റാറ്റ്യൂട്ടറി അഡ്വൈസറി ബോഡി. അതായത് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്, നമ്മൾ നേരത്തെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞു, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 250 പ്രകാരമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഭരണഘടനയിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് നീതി ആയോഗ് എന്നുള്ളത്. ദെൻ ഇതിൻ്റെ പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ദെൻ കൂടാതെ ക്യാബിനറ്റ് മന്ത്രിമാരെന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരെയാണ് ക്യാബിനറ്റ് മന്ത്രിമാരെന്ന് പറയുന്നത്. അതോടൊപ്പം ഓരോ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ധനമന്ത്രിമാരും നീതി ആയോഗിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും മുഖ്യമന്ത്രിമാരും ഉണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും ഉണ്ട്. അങ്ങനെ ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും ഒക്കെ ആളുകൾ അടങ്ങുന്ന പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് നീതി ആയോഗ് എന്നുള്ളത്. 2015 മുതലാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത്. ദെൻ മുൻപ് നീതി ആയോഗിന് പകരമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു കമ്മീഷനാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്, ആസൂത്രണ കമ്മീഷൻ. ഈ ആസൂത്രണ കമ്മീഷൻ എന്നുള്ള സംവിധാനം പിരിച്ചുവിട്ടിട്ടാണ് നീതി ആയോഗ് എന്നുള്ള സംവിധാനം പുതിയതായിട്ട് ഇന്ത്യയിൽ 2015 മുതൽ നിലവിൽ വന്നിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. അതായത് നീതി ആയോഗ് എന്നുള്ള സംവിധാനം അതുകൊണ്ട് എന്തൊക്കെ ലക്ഷ്യങ്ങളാണുള്ളത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കീ ഒബ്ജക്റ്റീവ്സ് ഓഫ് നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്താണ്, അത് സ്ഥാപിച്ചത് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമതായിട്ട് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ ഒരു ഉപദേശക സമിതിയായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനിടയിൽ ഉപദേശ സമിതിയായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ നല്ല രീതിയിലുള്ള ബന്ധം നിലനിർത്തുകയും വികസനങ്ങൾ പരസ്പരം ഒത്തുചേർന്നുകൊണ്ട് നടപ്പിലാക്കാവുന്ന രീതിയിൽ ഒരു ഉപദേശ സമിതിയായിട്ട് ഇവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തേത് രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലും കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്, അതായത് രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലോ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാനങ്ങൾക്കിടയിലോ ഒക്കെ ഉള്ളതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേഗത കൈവരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് ഗവൺമെൻറ്റുകൾക്കിടയിൽ ഉള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പദ്ധതികൾ, ഇനി കേന്ദ്ര സർക്കാരിനും സംസ്ഥാന ഗവൺമെൻറ്റിനും ഇടയിലുള്ള പദ്ധതികൾ, ഇത്തരം പദ്ധതികൾക്കൊക്കെ കൂടുതൽ വേഗത, അതിൽ തീരുമാനമെടുക്കുന്നതിൽ വേഗത കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമായിട്ട് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക എന്നുള്ളതും ഇവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയിൽപ്പെട്ടതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ഒരു കോഓപ്പറേറ്റീവ് ഫെഡറലിസം. ഈ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്നുള്ള വേർഡ് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും പരസ്പരം സഹകരിച്ച് നിൽക്കുന്ന ഒരു ഫെഡറൽ സിസ്റ്റത്തെ അല്ലെങ്കിൽ ഒരു ഫെഡറൽ സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സുസ്ഥിരമായ രാജ്യത്തിൻ്റെ നിർമ്മാണത്തിനായി കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന ആശയം കൃത്യമായിട്ട് നിലനിർത്തുക. അപ്പോൾ പരസ്പര സഹകരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നാലാമത്തേത് രാജ്യത്തിൻ്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ താഴെ തട്ടിൽ നിന്ന് തന്നെ നടപ്പിലാക്കാനുള്ള പദ്ധതികൾ കൊണ്ടുവരിക. അപ്പോൾ താഴെ തട്ടിൽ നിന്നുള്ള ഫ്രം ബോട്ടം ടു ടോപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ താഴെ തട്ടിൽ നിന്ന് വികസന പ്രവർത്തനങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് ബോട്ടം ടു ടോപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അത്തരം രീതിയിൽ താഴെ തട്ടിൽ നിന്നുള്ള വികസനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നാലാമത്തെ ലക്ഷ്യം. അഞ്ചാമത്തേത് സമൂഹത്തിലെ പിന്നോക്ക വിഭാഗം, അതായത് സമൂഹത്തിൽ ഒരുപാട് പിന്നോക്ക വിഭാഗക്കാരുണ്ട്, അവരുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, അല്ലെങ്കിൽ ഒരു സംസ്ഥാനവും മറ്റൊരു സംസ്ഥാനവും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കുകയും പെട്ടെന്ന് പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതും നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. ഏഴാമത്തേത് പറയുന്നത് രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ പുതിയ ടെക്നോളജി, അതായത് ന്യൂ ഇന്നോവേഷൻസ്, പുതിയ സംവിധാനങ്ങളൊക്കെ കണ്ടുപിടുത്തങ്ങളൊക്കെ വരുമ്പോൾ അതെല്ലാം വികസനത്തിന് ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെടുത്തി ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയും അത്തരം സംവിധാനങ്ങളുടെ കൃത്യമായ പങ്ക് ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏഴാമത്തെ ഫംഗ്ഷനായിട്ട് വരുന്നത്.
ഇനി ഈ നീതി ആയോഗ് എന്നുള്ള സംവിധാനത്തിൻ്റെ കോമ്പോസിഷൻ, നമ്മൾ നേരത്തെ ഫിനാൻസ് കമ്മീഷൻ്റെ കോമ്പോസിഷൻ പറഞ്ഞു, അതേപോലെ നീതി ആയോഗ് എന്നുള്ള സംവിധാനത്തിൻ്റെ കോമ്പോസിഷൻ, അതായത് നമ്മൾ പറഞ്ഞു പ്രൈം മിനിസ്റ്ററാണ് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ അതിലെ മറ്റ് മെമ്പേഴ്സാണ് ചീഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഓരോ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർ, ദെൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ്, കേന്ദ്ര ഭരണ പ്രദേശങ്ങളാണെങ്കിൽ അത്തരം കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ ആരാണോ നേതൃത്വം നൽകുന്നത് അവരും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനൊരു വൈസ് ചെയർമാൻ ഉണ്ടാകും. ദെൻ ഈ വൈസ് ചെയർമാൻ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അങ്ങനെ പിന്നെ ഈ രീതിയിൽ ആണ് കോമ്പോസിഷൻ ഉള്ളത്. അപ്പോൾ പ്രധാനമന്ത്രിയാണ് ചെയർമാൻ, പിന്നെ ഓരോ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർ, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ഭരണ സംവിധാനത്തിൻ്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണോ അവരും, പിന്നെ വൈസ് ചെയർപേഴ്സണൊക്കെ അടങ്ങുന്ന ഒരു സമിതിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സംസ്ഥാനങ്ങൾക്കിടയിലും കേന്ദ്രത്തിനിടയിലുള്ള ഭരണം സുഗമമാക്കുന്നതിനുള്ള ഒരു സംവിധാനമായിട്ട് 2015 സ്റ്റാർട്ട് ചെയ്തു